പിഴാൻ വേണ്ടി നടന്ന ആളുകൾ, കുറ്റിപ്പറിയന്മാര് അവർ പറയാണ് അവർക്ക് മെട്രോ വേണം, അത് വേണം, ഇത് വേണമെന്നൊക്കെ. ഏത് അവസ്ഥയിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് സർ? സർ, നിങ്ങളുടെ കൂടെ കുറച്ച് മാധ്യമങ്ങളുണ്ട്. ആദരണീയനായ സ്പീക്കറുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം പൂസ് കിട്ടുമെന്ന് പറയുകയാണ്. സർ, എനിക്ക് മനസ്സിലായിട്ടില്ല, ഈ പൂസ് എന്ന് പറയുന്ന പ്രയോഗം അത് മലബാറിലെ പ്രയോഗമാണോ, അത് മധ്യ തിരുവിതാംകൂറിലെ പ്രയോഗമാണോ, ഏത് പ്രയോഗമാണെന്ന് മനസ്സിലായിട്ടില്ല. പൂസ് കിട്ടുമെന്ന് ഞാൻ ആവർത്തിച്ച് അതൊന്ന് കേട്ടു നോക്കി. പൂസ് കിട്ടുമെന്ന് അദ്ദേഹം പറയുകയാണ്. എന്താണ് പൂസ് എന്ന് എനിക്കറിയില്ല സർ. ഞാൻ പലരോടും അന്വേഷിച്ചു. അവർ പറഞ്ഞ പൂസ് എന്ന് പറയുന്ന പ്രയോഗത്തിന് കിട്ടിയ അർത്ഥം നമുക്ക് ഈ സഭയിൽ പറയാൻ എനിക്ക് പറ്റുകയില്ല സാർ. ഇത്ര അഴിമതി ആരോപണങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചത്. ഏറ്റവും അവസാനം ബ്രൂവറി, AI ക്യാമറ, K ഫോൺ, പമ്പ മണൽ നീക്കം, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ, എക്സാലോജി, കൈതോലപ്പായ, സെക്രട്ടേറിയറ്റ് തീപിടുത്തം, കിഫ്ബി, കെവിൻ വധം, ഈത്തപ്പഴം, വടക്കാഞ്ചേരി പീഡനം, വാളയാർ, റിയാസ് മൗലവി വധം, മാണിയാർ പദ്ധതി, സ്പ്രിംഗ്ലർ, മാർക്ക് ദാനം, ഈ മൊബിലിറ്റി. സാർ, എന്റെ സമയം മുഴുവൻ പോകും, ഞാനത് പറയുന്നില്ല. ഏതെങ്കിലും ഒരു ആക്ഷേപം ഈ നാട്ടില് 1% തെളിയിക്കാൻ നിങ്ങൾക്ക് പിന്തുണയ്ക്കുന്നു സാർ? സാർ, നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് എന്തു പറ്റിയെന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിപക്ഷ പ്രകടനം കാണുമ്പോൾ ചോദിക്കാനായിട്ട് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന ചോദ്യം അറിയാതെ ചോദിച്ചു പോവുകയാണ് സാർ. കഴിഞ്ഞ ദിവസം ഈ സഭയിൽ അദ്ദേഹം നടത്തിയ പ്രകടനം ഈ ലോകമാകെ കണ്ടതാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ സഭയിൽ ചില ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഏതെങ്കിലും ഒരു അംഗം സംസാരിക്കുമ്പോൾ ഹിതകരമല്ലാത്ത പ്രയോഗങ്ങൾ വന്നാൽ ചെറിയ ബഹളമൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. സർ, അത്തരം ഒരു ചെറിയ ബഹളത്തോട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ച രീതി നമ്മുടെ സഭയുടെ അന്തസ്സിന് നിരക്കുന്നതാണോ എന്ന് ഇനി സംസാരിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങൾ പറയണമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. സർ, അദ്ദേഹം കയ്യിലിരുന്ന കടലാസ് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുകയാണ്. മോശം പദപ്രയോഗങ്ങൾ വിളിച്ചു പറയുകയാണ്. സഹപ്രവർത്തകരായിട്ടുള്ള MLA-മാരോട് നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുകയാണ്. ആദരണീയനായ സ്പീക്കറുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം പൂസ് കിട്ടുമെന്ന് പറയുകയാണ്. സർ, എനിക്ക് മനസ്സിലായിട്ടില്ല, ഈ പൂസ് എന്ന് പറയുന്ന പ്രയോഗം അത് മലബാറിലെ പ്രയോഗമാണോ, അത് മധ്യ തിരുവിതാംകൂറിലെ പ്രയോഗമാണോ, ഏത് പ്രയോഗമാണെന്ന് മനസ്സിലായിട്ടില്ല. പൂസ് കിട്ടുമെന്ന് ഞാൻ ആവർത്തിച്ച് അതൊന്ന് കേട്ടു നോക്കി. പൂസ് കിട്ടുമെന്ന് അദ്ദേഹം പറയുകയാണ്. എന്താണ് പൂസ് എന്ന് എനിക്കറിയില്ല സാർ. ഞാൻ പലരോടും അന്വേഷിച്ചു. അവർ പറഞ്ഞ പൂസ് എന്ന് പറയുന്ന പ്രയോഗത്തിന് കിട്ടിയ അർത്ഥം നമുക്ക് ഈ സഭയിൽ പറയാൻ എനിക്ക് പറ്റുകയില്ല സാർ. സാർ, ഏതായാലും ഈ സഭയുടെ നാഥനായിട്ടുള്ള സ്പീക്കറുടെ മുഖത്തേക്ക് നോക്കി വിരൽ ചൂണ്ടിയാണ് പൂസ് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഈ സഭയുടെ അന്തസ്സിന് ചേർന്ന പ്രവൃത്തിയാണോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം ഉപനേതാവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അദ്ദേഹമെങ്കിലും പറയണമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. സാർ, അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടൊന്നൊരു പ്രയോഗമുണ്ട്. ഇവിടെ അങ്ങാടി കോൺഗ്രസ് പാർട്ടിയാണ്. അവിടെ പ്രതിപക്ഷ നേതാവ് നിരന്തരം തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. KPCC യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിധം രൂക്ഷമായ വിമർശനങ്ങളും ആക്രമണങ്ങളുമാണ് ഏകാധിപതിയുടെ മനോഭാവത്തോടുകൂടി തീരുമാനമെടുക്കുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉയരുന്നത്. സാർ, ചില മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ പകുതി വഴിക്ക് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സ്ഥിതിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ബന്ധം നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്. ഞാനതൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. ഒരു പത്രസമ്മേളനത്തിൽ KPCC അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ മേൽ നടത്തിയ പദപ്രയോഗം ഈ കേരളം കേട്ടതാണ്. സാർ, അതേക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. സാർ, നമ്മുടെ സഭയിൽ നമ്മെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇവിടെ എത്ര പ്രതിപക്ഷ നേതാക്കളാണ് സാർ ഉള്ളത്? ഏത് പ്രതിപക്ഷ നേതാവിനോടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? മുൻപത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അവർ തമ്മിൽ മത്സരിക്കുകയാണ്. ആരാണ് പ്രധാനപ്പെട്ട ആൾ എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമല്ലേ സാർ നടക്കുന്നത്? സാർ, ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനും ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു മുഖ്യമന്ത്രി കസേര കിട്ടിയാൽ ആ കസേരയിൽ കയറി ഇരിക്കാനുള്ള മുഖ്യമന്ത്രിയൊക്കെ നിശ്ചയിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ചക്കളത്തി പോരാട്ടവും നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിന് ഗുണകരമല്ലാത്തതായിട്ടുള്ള നീക്കങ്ങളുമല്ലേ സാർ? അതിൻ്റെ ഫ്രസ്ട്രേഷൻ അല്ലേ സാർ പ്രതിപക്ഷ നേതാവ് നമ്മുടെ സഭയിൽ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്?
സാർ, എനിക്ക് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും പ്രതിപക്ഷ നിരയോടും പ്രതിപക്ഷ നേതാവിനോടും ഇവിടെ ഇരിക്കുന്ന ഉപനേതാവിനോടൊക്കെ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ദിവസങ്ങൾ സ്വീകരിച്ചല്ല ഞാൻ പറയുന്നത്, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആ ഗവൺമെൻറ്റിനെ ശ്വസിക്കാൻ പോലും അനുവദിക്കാതെ, ഒരു ബ്രീത്തിങ് ടൈം എപ്പോഴും കൊടുക്കാറുണ്ട് പുതിയ ഗവൺമെൻറ് വന്നാൽ, അതിനുപോലും അനുവദിക്കാതെ ഈ സർക്കാരിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ മനോഭാവവും രീതിയും അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. സാർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിശാലമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി വല്ലാതെ പിന്തുണയ്ക്കണമെന്നൊന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല സാർ. ഈ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ഇന്ന് ശ്രീ മൊയ്തീൻ, കുറുക്കോളി മൊയ്തീൻ പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ചിലർ ചോദിച്ചത്, അത്ര പെട്ടെന്ന് എത്താൻ എന്താ താല്പര്യമെന്ന്, ആർക്കാ ഇത്ര ധൃതിയെന്ന്. കേരളയിലെന്ന് പറയുന്ന ഈ നാടിൻ്റെ ഏറ്റവും വലിയ മോഹം, സ്വപ്നം, ഒരു ഭാവി തലമുറയെ കണ്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള ഒരു പദ്ധതിയെ അട്ടിമറിക്കാൻ കുറ്റിപിഴാൻ നടന്ന ആളുകൾ, പിഴാൻ വേണ്ടി നടന്ന ആളുകൾ, കുറ്റിപ്പറിയന്മാര് അവരിപ്പോ അവർ പറയാണ് അവർക്ക് മെട്രോ വേണം, അത് വേണം, ഇത് വേണമെന്നൊക്കെ. ഏത് അവസ്ഥയിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് സാർ? സാർ, നിങ്ങളുടെ കൂടെ കുറച്ച് മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് സർക്കാരിനെയും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള അതെ സാർ, ആ കുറച്ച് മാധ്യമങ്ങളെ വിൻസെന്റ് സാറേ, ഈ ക്ഷമയോടെ കേക്ക്, ഈ പതിവ് രീതി നിങ്ങൾ ഉപേക്ഷിക്കണം. കുറച്ച് മാധ്യമങ്ങൾ മാർക്സിസ്റ്റ് വിരുദ്ധ പ്രചാരവേല, ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല, ഇപ്പോൾ അത് സർക്കാർ വിരുദ്ധ പ്രചാരവേല, സംസ്ഥാന വിരുദ്ധ പ്രചാരവേലയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആളുകളെ കൂട്ടുപിടിച്ച് നിങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ പതിവ് രീതി ദയവ് ചെയ്ത് ഈ നാടിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് വളരെ സ്നേഹത്തോടും വിനയത്തോടും നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സാർ, ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്, 1-2 ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നിട്ട് 9 വർഷമാകാൻ പോവാണ് സാർ. നിങ്ങൾ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു. ഞാൻ ആ അഴിമതി ആരോപണങ്ങളുടെ പട്ടികയൊന്നും നിരത്തുന്നില്ല. എത്ര അഴിമതി ആരോപണങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചത്? ഏറ്റവും അവസാനം ബ്രൂവറി, AI ക്യാമറ, കെ ഫോൺ, പമ്പ മണൽ നീക്കം, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ, എക്സാലോജിക്, കൈതോലപ്പായ, സെക്രട്ടേറിയറ്റ് തീപിടുത്തം, കിഫ്ബി, കെവിൻ വധം, ഈത്തപ്പഴം, വടക്കാഞ്ചേരി പീഡനം, വാളയാർ, റിയാസ് മൗലവി വധം, മാണിയാർ പദ്ധതി, സ്പ്രിംഗ്ലർ മാർക്ക് ദാനം, ഈ മൊബിലിറ്റി. സാർ, എന്റെ സമയം മുഴുവൻ പോകും, ഞാനത് പറയുന്നില്ല. ഏതെങ്കിലും ഒരു ആക്ഷേപം ഈ നാട്ടില് 1% തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു സാർ? ഈ മാധ്യമങ്ങളെല്ലാം കൂട്ടുപിടിച്ച് നിങ്ങൾ നടത്തിയ ഈ അഴിമതി ആക്ഷേപങ്ങൾ ഏതെങ്കിലും ഒന്ന് ഈ നാട്ടിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു സാർ? നിങ്ങൾ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി സ്വർണ്ണക്കടത്ത് കേസിൽ നിങ്ങൾ നടത്തിയ പ്രചണ്ഡമായ നുണപ്രചാര കോലാഹലം നമ്മുടെ നാട് ഇന്നും മറന്നിട്ടൊന്നുമില്ല. അതടക്കം നിങ്ങൾ ഈ സംസ്ഥാനത്ത് ഉയർത്തി ഏതെങ്കിലും ഒരു അഴിമതി ആക്ഷേപം തെളിയിക്കാനോ 1% വസ്തുതയുണ്ടെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്താനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കോടതിയിൽ പോയാലോ? കോടതിയിൽ പോയെടുത്ത് പുറത്തേക്ക് എറിയുകയാണ് ആക്ഷേപമായിട്ട് കോടതിയിൽ പോയി. അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, ഈ കഞ്ചിക്കോട്ടെ ബ്രൂവറിയുടെ കാര്യത്തിൽ സർ, ഒരു 1000 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു സംരംഭത്തിന് എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ച് അനുമതി നൽകിയപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നതിന് പകരം അഴിമതി ആക്ഷേപത്തിന്റെ പുകമറ പരത്തി കേരളത്തിലേക്കുള്ള ഒരു വ്യവസായം മുടക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. സാർ, എന്നിട്ടിപ്പോൾ എന്തായി? ഈ 6-ാം തമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ മോഹൻലാൽ ഇന്നസെന്റ് പുറകെ ഭരതനസൈ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പുറകെ നടന്ന് പറയുന്നത് പോലെ എക്സൈസ് മന്ത്രി പ്രതിപക്ഷത്തിന്റെ പുറകെ നടന്ന് പറയുകയാണ് ഈ ആരോപണമെന്ന് സഭയിൽ മാന്യമായിട്ട് ഉന്നയിക്കൂ എന്ന്. നയപ്രഖ്യാപനം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ബഹുമാനപ്പെട്ട പഴയ പ്രതിപക്ഷ നേതാവ് എന്തോ എഴുതിക്കൊടുത്ത് എന്തോ പറഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ ഗൗരവത്തോടുകൂടി ഒരു അഴിമതി ആക്ഷേപം ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു സാർ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് ശിരസ്സുയർത്തി പറഞ്ഞത് നിയമത്തിന്റെ അണുകിട വ്യതിചലിക്കാതെയാണ് അനുമതി നൽകിയതെന്ന്. സാർ, നിങ്ങൾ സംസാരിക്കുന്ന കർണാടകയിലെ കോൺഗ്രസ്സുകാരായിട്ടുള്ള സ്പിരിറ്റ് മുതലാളിമാർക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. സംസ്ഥാനത്തിന്റെ ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ലക്ഷ്യത്തോട് പ്രവർത്തിക്കുന്ന ഒരു കേരള വിരുദ്ധ വികസന വിരുദ്ധ കൂട്ടമായി കേരളത്തിന്റെ പ്രതിപക്ഷം അധപ്പതിച്ചിരിക്കുകയാണ് സാർ. സാർ, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ജനങ്ങളുടെ മനസ്സ് മാറ്റിക്കളയാമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ 2021 തനി ആവർത്തനമായിരിക്കും 2026 സാർ, മാധ്യമങ്ങളുടെ ഇടതുവിരുദ്ധത കേരള വിരുദ്ധതയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 17-ന്
ഗവർണർ നയപ്രഖ്യാപനം നടത്തുകയുണ്ടായി. സാർ, എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനം പത്രങ്ങളിലെ 1-ാം പേജിൽ സ്ഥാനം പിടിക്കുകയാണ് പതിവ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടെന്ന് പറയുന്നതായിട്ടുള്ള ഒരു പത്രത്തിൻ്റെ 1-ാമത്തെ പേജ് ഞാൻ പിറ്റേ ദിവസം നോക്കി സാർ. അതിനകത്ത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഒരു വരി പോലും ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മുടെ നാടിൻ്റെ സ്ഥിതി. മാധ്യമങ്ങളുടെ ഈ ധാർമ്മിക വിരുദ്ധ പ്രചാരവേല കുറച്ചൊക്കെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. അവർ വാർത്തകൾ വായുവിൽ നിന്ന് സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുമ്പോൾ ജുഡീഷ്യറിയെപ്പോലും അത് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സാർ. സമീപകാലത്തെ 2 പ്രധാന വിഷയങ്ങൾ കേരളത്തിലുണ്ടായി. ഒന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ പി ദിവ്യയുടെ ഇഷ്യൂ ആണ്. അവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നൊരു കാര്യം അനവസരത്തിൽ അവർ പറഞ്ഞു എന്നതായിരുന്നു അവിടുത്തെ പ്രശ്നം. അത് അനവസരത്തിലുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ പാർട്ടി കർശന നിലപാട് സ്വീകരിച്ചു. മികച്ച പ്രകടനത്തിന് നിരവധി അവാർഡുകൾ വാങ്ങിയ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായ അവരെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. പാർട്ടിയുടെ സാധാരണ അംഗമായി തരം താഴ്ത്തി. സാർ, ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗമാവുക എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടേറെ സമരങ്ങളിലൂടെയും യാതനകൾ സഹിച്ചുമാണ് എത്തിച്ചേരുക. അങ്ങനെ വളർന്നു വന്ന ഭാവിയുള്ള ഒരു യുവ നേതാവിനെയാണ് ഞങ്ങളുടെ പാർട്ടി അത്രയും കാർക്കശ്യത്തോടുകൂടി നടപടി സ്വീകരിച്ചത്. സമീപകാലത്തൊരു അച്ഛൻ മകന് വിഷം നൽകി ആത്മഹത്യ ചെയ്തല്ലോ വയനാട്ടിൽ. അതിന് കാരണക്കാരുടെ പേരും എഴുതി വെച്ചിട്ടാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തത്. ആ കുറിപ്പിൽ പേരുണ്ടായിരുന്നവരുണ്ടല്ലോ. എന്നിട്ട് എന്ത് നടപടി ഉണ്ടായി സാർ? ആദ്യത്തെ വിഷയത്തിൽ ദിവ്യ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. ദിവ്യയുടെ പേരിൽ ആരും കുറിപ്പൊന്നും എഴുതി വെച്ചിട്ടില്ല. ദിവ്യ കാരണമാണ് ആത്മഹത്യ എന്നതിന് തെളിവൊന്നും കിട്ടിയതായും അറിയില്ല. തനിക്ക് ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യം അനവസരത്തിൽ പറഞ്ഞു എന്നൊരു തെറ്റ് മാത്രമേ ദിവ്യ ചെയ്തിട്ടുള്ളൂ. അതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുകയാണ്. അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടാണോ എന്നും തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് പോലീസ് പരിശോധിക്കട്ടെ. സാർ, ദിവ്യ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി 4 ദിവസം മാറി നിന്നു. ഉടൻ വന്ന വാർത്ത എന്താ? ദിവ്യയെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്നാ. ദിവ്യ ഒളിവിലിരിക്കുന്ന AKG സെന്ററിലാണെന്നാ. എന്തൊക്കെ പ്രചാരണങ്ങളാണ് സാർ ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തിയത്? ഒടുവിൽ ആത്മഹത്യാ പ്രേരണ പോലും ചുമത്താൻ തെളിവില്ലാത്ത ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട് തടവിൽ കിടക്കേണ്ടി വന്നു. വയനാട് ആത്മഹത്യയിലേക്ക് വരാം. ഇവിടെയും പ്രതിഭാഗത്തുള്ള കോൺഗ്രസ് നേതാക്കൾ ജാമ്യാപേക്ഷ നൽകി ഒളിവിൽ പോയി. ഇതേക്കുറിച്ച് KPCC പ്രസിഡന്റ് പറഞ്ഞത് ഒളിവിൽ പോകുന്നതൊക്കെ സ്വാഭാവികമാണെന്ന്. ഇവിടെ മാധ്യമങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന്റെ അടുക്കള പരിശോധിക്കേണ്ട, KPCC ആസ്ഥാനം റെയ്ഡ് ചെയ്യേണ്ട. സുധാകരൻ പറഞ്ഞതും വിഴുങ്ങി വീട്ടിൽ പോയി. ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ അവർക്ക് മുൻകൂർ ജാമ്യം കൊടുത്തു. ഇവിടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇവിടെ പേര് കൃത്യമായുണ്ട്, കാരണമുണ്ട്, തെളിവുണ്ട്. ഒന്നല്ല, 2 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. അവിടെ ജാമ്യം. ഇതൊന്നും ഇല്ലാഞ്ഞിട്ടും ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യമില്ല. നമ്മുടെ സംസ്ഥാനത്ത് മാധ്യമങ്ങൾ നടത്തുന്ന കള്ളപ്രചാരവേലയിൽ കോടതി പോലും പെട്ടുപോവുകയാണെന്ന് കരുതാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണ് സാർ കാര്യങ്ങൾ നടക്കുന്നത്. 2 തരം നീതി നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാകുന്നില്ലേ എന്നാരും ചിന്തിച്ചു പോകും. സാർ, ഇപ്പോൾ പുതിയ സംഘടന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രകീർത്തിച്ച് ഗാനം ആലപിച്ചു എന്നാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിൽ 85 ലക്ഷം കുടുംബാംഗങ്ങളുടെ മനസ്സിലുണ്ട് സാർ. വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ കോൺഗ്രസിലെ നേതാക്കളും ലീഗിലെ നേതാക്കളും ഒക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ആർജവത്തെക്കുറിച്ച്, നിശ്ചയദാർഢ്യത്തെക്കുറിച്ച്, സത്യസന്ധതയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ കഴിവിനെക്കുറിച്ച്, അദ്ദേഹത്തെ പോലെ ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, അതേക്കുറിച്ചെല്ലാം പറയുന്ന ആളുകളാണ് സാർ. മാധ്യമങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കാത്ത അദ്ദേഹത്തിന്റെ നിലപാടുകളെ വളരെ അനുകൂലമായി സംസാരിക്കുന്ന മാന്യ സ്നേഹിതന്മാരെ ആ ഭാഗത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആ പേരൊന്നും ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സാർ, ഞാൻ അടുത്തിടെ ഒരു വീഡിയോ കണ്ടു സാർ. അതിൽ ഒരു 4-5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ശബ്ദം അനുകരിക്കുകയാണ്. എന്നിട്ട് ഈ കുട്ടിയുടെ അടുക്കൽ മൈക്കുമായിട്ട് പോയിട്ട് ആ മിമിക്രി ആർട്ടിസ്റ്റ് ചോദിക്കുകയാണ്, ആരുടെ ശബ്ദമാണെന്ന് പറയാമോ? ഒരു 4 വയസ്സേ പ്രായമുണ്ടാവും, ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞത് സഖാവെന്നാണ്. സഖാവെന്ന് പറയുകയാണ് സാർ. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, 4-5 വയസ്സ് പ്രായമുള്ള കുട്ടികൾ മുതൽ ഈ സംസ്ഥാനത്തിലെ ലക്ഷക്കണക്കായിട്ടുള്ള മനുഷ്യന്റെ ഹൃദയത്തിലാണ് അദ്ദേഹം വസിക്കുന്നത്. അതാണ് അങ്ങനെ പറയാനുള്ള കാരണം. അദ്ദേഹത്തിന്റെ സഹാനുഭൂതി ജനങ്ങളോടാണ്. അത് ഈ സംസ്ഥാനം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം സഖാവായും ക്യാപ്റ്റനായി നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പാട്ടൊക്കെ എഴുതുന്നത് സ്വാഭാവികമാണ്. അതിൽ നിങ്ങൾ വല്ലാതെ സങ്കടപ്പെടേണ്ട. നിങ്ങൾ എഴുതാറുണ്ടല്ലോ പാട്ടുകൾ. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒരു പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട PJ ജോസഫ് സാർ ആലപിക്കുന്നത് ഈ വീഡിയോയിലൂടെ കാണാനിടയായി. കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ KC വേണുഗോപാലിനെ പോലും പുകഴ്ത്തുന്നുണ്ട്. എന്റെ നാട് കേരള നാട്, ആന്റണി ജനിച്ച നാട്, KC ജനിച്ച നാടെന്ന്. നാണമില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ പാട്ടെഴുതി പാടിച്ച് PJ ജോസഫിനെ കൊണ്ട് പാടിച്ചിട്ട് ഇവിടെ വന്ന് പിണറായി വിജയനെ അനുകൂലിച്ച് സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷൻ അവർ കാണുകയാണ്. പിണറായി വിജയന്റെ ഓഫീസ് അവർ കാണുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് അവർ കാണുകയാണ്. ഒരു മുഖ്യമന്ത്രി അങ്ങനെ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുകയാണ്. അവിടെയുള്ള ആയിരക്കണക്കായിട്ടുള്ള ജീവനക്കാരാ അവിടെ ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ടാണ് അവർ പാടിയത്. അവർ കൂട്ടമായി പാടിയത്. അവരുടെ ഹൃദയത്തിൽ നിന്നാണ് പാടിയത്. അതിൽ നിങ്ങൾ വേദനിച്ചിട്ടൊന്നും കാര്യമില്ല, അതിനെ ആക്ഷേപിച്ചിട്ടും കാര്യമില്ല. സാർ, ഞാൻ ദീർഘമായിട്ട് ഉപന്യസിക്കുന്നത് സാർ, നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഏറ്റവും നല്ല ഒരു ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സാർ. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ യുവജനോത്സവം സാർ കുറ്റമറ്റ തരത്തിൽ നടത്താൻ നമുക്ക് സാധിച്ചത്. ആർക്കും പരാതിയില്ലാത്ത തരത്തിൽ, ഒരു ആക്ഷേപമില്ലാത്ത തരത്തിൽ, ഒരു ചെറിയ പരാതിക്ക് പോലും ഇട നൽകാത്ത തരത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു സാർ. സാർ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു CAG-യുടെ ഒരു റിപ്പോർട്ട് കാണാനിടയായി സാർ. CAG എന്ന ഭരണഘടനാ സ്ഥാപനത്തെ കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ PP കിറ്റിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിനെ നിങ്ങൾ അനുകൂലിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല സാർ. നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള കോവിഡ് മഹാമാരി ഉണ്ടായപ്പോൾ ആ മഹാമാരിയെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് സാർ. ഇന്ന് രാവിലെ ഇവിടെ ഒന്നുണ്ടായി സാർ. ഇന്ന് രാവിലെ കുഴൽനാടന്റെ ഒരു പ്രസംഗം കേട്ടു സാർ. മലയോരത്തിന്റെ ആളായിട്ട് അദ്ദേഹം മാറുകയാണ്. ഈ മലയോരവും തീരദേശവും അടങ്ങുന്ന കേരളത്തിലെ ആകെ ജനങ്ങളുടെ പ്രശ്നമാണ് ഈ ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്. മലയോര ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഒരു വീഴ്ച വന്നിട്ടുണ്ട് സാർ. അവിടെയും മലയോര പ്രദേശത്തെ ജനങ്ങളൊന്നും അടിവാരത്തെ ജനങ്ങളൊന്നും മലയോര പ്രദേശത്തെയും സമതലത്തിലെയും ജനങ്ങളൊന്നും ഈ സംസ്ഥാനത്തിലെ ജനങ്ങളെ വിഭജിക്കുന്നതിന് വേണ്ടി, ആ വിദ്വേഷം പരത്തുന്നതിന് വേണ്ടി നടത്തുന്ന നീചമായിട്ടുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ആ കുഴൽനാടന്റെ പ്രസംഗത്തിനകത്ത് നമുക്ക് നെഴിച്ച് കാണാൻ വേണ്ടി സാധിച്ചത്. ഇത്തരം സമീപനം ഉപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്തിലെ ഉത്തമ താല്പര്യത്തിനു വേണ്ടി ഇനിയെങ്കിലും കുറച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് മാത്രം പറഞ്ഞ് ഈ നന്ദി പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.